എന്തൊക്കെയുണ്ട്? അയ്യാ! നല്ല തുടക്കം. നമ്മുടെ ശ്മശാനത്തിലോട്ടങ്ങ് പോവാ. ഒന്ന് എടാ, ഇതാണ് നമ്മുടെ ശ്മശാനം. ഇവിടെ ആദ്യത്തെ കല്ലറ ഇന്ത്യയാണ്. നമ്മൾ ചിത കൊളുത്തുകയാണ്. നമ്മൾ ഈ മൈൽസിന്റെ വരവേൽപ്പാണ് നടക്കാൻ പോണ. ഗ്യാങ് ഹൗസിൽ കൊണ്ടുപോയിട്ട് വരവേൽപ്പ്. എടാ നിന്നെ നമ്മള് ഇന്നേ വരെ ക്യാരക്ടർ എന്തെങ്കിലും സീൻ ഇതുവരെ നടന്നിട്ടില്ല നമ്മുടെ സിറ്റിയില്. ഇല്ല നടന്നിട്ടില്ല. പക്ഷെ ഇതാണ് നടക്കാൻ സാധനം കയ്യില്ലേ? എല്ലാം ഉണ്ടല്ലോ. നേരെ റൂമിലേക്ക് എടുത്താ മതി. അടിയിലല്ലേ റൂം? ഇവിടെ അല്ലേ? നമ്മുടെ ശ്മശാനത്തിലോട്ടങ്ങ് പോവാ. അവിടെ പോ, അതാണ് നല്ലത്. നമ്മള് ഇവിടെ ഒരു പയ്യനെ എന്റെ ചെയ്ത് വിട്ടായിരുന്നു, മമ്മു എന്ന് പറഞ്ഞ്. ഇപ്പൊ ഉണ്ടാ പയ്യൻ? ഒന്ന് എടാ, ഇതാണ് നമ്മുടെ ശ്മശാനം. ഇവിടെ ആദ്യത്തെ കല്ലറ ഇന്ത്യയാണ്. അത് വരും മൈൽസേ. അപ്പൊ സത്യം പറഞ്ഞ നമ്മുടെ ഗ്യാങ്ങില് സത്യം പറഞ്ഞ ആൾക്കാര് കൂടിയടാ. വന്നത് തന്നെ ഒരു വലിയ ഭാരമാണ് നമ്മളെ സംബന്ധിച്ച്. നീ സ്വയമായിട്ട് പറയാനൊരു അവസരം. മത്സര ക്യാരക്ടറോട് എൻഡ് ചെയ്യണേ. ഹലോ ഹലോ, കേക്കുന്നില്ല. ഗ്യാങ് ഹൗസിന്റെ പുറത്തുണ്ടായിരുന്നു, ഒന്ന് കാണാൻ പറ്റുമോ? ഐബിഎക്സാണാ? ചിതയില് തീ കൊളുത്ത്. ഞാൻ കൊളുത്ത് ശരിയാവില്ല. കിടപ്പ് നോക്ക്. ശരി എടാ, ഇത് എന്റെ കഴിഞ്ഞ് ഇനി വീണ്ടും വരാൻ പറ്റില്ലല്ലോ ഇവര് ഈ പേര് പറഞ്ഞിട്ട്. മൈൽസ് വിൽ റൂൾ. ഓക്കെ, അപ്പൊ മൈൽസ് മൊറാൽസ് ആകുന്ന ടിവിയിലെ എക്സ് മെമ്പർ മൈൽസ് ഇവിടെ മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോ നമ്മളുടെ ടിവിയുടെ റൈറ്റ് കമാൻഡർ എന്നറിയപ്പെടുന്ന കോച്ചും, അതായത് നമ്മുടെ ലിറ്റിൽ റേറ്റ് എന്നറിയപ്പെടുന്ന ഏബലും, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ അസോൾട്ടറുമായ നീഗന്റെ ഫ്രണ്ടിൽ വെച്ച് നമ്മള് നമ്മള് ചിത കൊളുത്തുകയാണ്. മൈൽസ് എന്നും നമ്മളൊരു ആകാശത്തിലൊരു സ്റ്റാർ ആയിട്ട് നമ്മള് നമ്മുടെ ഓർമ്മകളിൽ പണ്ട് കാണിച്ച മികവേറിയ പ്രകടനങ്ങളെയും DC-ൽ നമ്മള് ഇറ്റാച്ചിക്കെതിരെ ഉപയോഗിച്ച ഐക്യുവിനും നമ്മള് നന്ദി പറയുകയാണ്. കുറെ മണ്ടത്തരങ്ങൾ ടർഫി കാണിച്ചു. ആദ്യം മരിച്ചു, ഡേവിസ് എടുത്തു തരും, ഓലത്തി തരും എന്നൊക്കെ പറഞ്ഞ് ടിവിയിൽ കയറി വന്ന മത്സ്യനെ ഇപ്പോഴും ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പൊ വിൽ മിസ് യു ബ്രദർ, വിൽ മിസ് യു. അപ്പൊ ഇനി ദൈവീയത് തിരിച്ചു വരല്ലേ. ഞങ്ങളൊരു ക്യാരക്ടർ എൻഡ് ചെയ്ത് മൈൽസ് മൊറാൽസിന്റെ ക്യാരക്ടർ എൻഡ് ചെയ്തതായിട്ട് നമ്മളിവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചിത കൊളുത്തുകയാണ്. ഞാൻ ചന്ദ്രന്റെ പേരിൽ ഞാൻ കൊളുത്തുകയാണ്. നല്ലൊരു പയ്യനായിരുന്നല്ലേ. നമ്മളെ കൊറേ മോഹിപ്പിച്ചതാണ്. കോച്ച് ആ ടർഫ് എടുത്തുതരാം, ഈ ടർഫ് എടുത്തുതരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊറേ നാളെ ഊമ്പിച്ചവൻ. എപ്പോഴെങ്കിലും ഒരു ആത്മശാന്തി കിട്ടിയല്ലോ. ഇനി മറ്റേ ആരെ വിളിച്ച മറ്റേ കല്ലറങ്ങ ഒഴിക്കണേ. വിളിച്ചിട്ട് സെറ്റ് ചെയ്യണേ. എടാ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മൈൽസ് മൊറാൽസ് മരിച്ച്. നമ്മുടെ ഇവിടെ കല്ലറ ഒഴിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും വന്ന് പ്രാർത്ഥിക്കും. അവന്റെ മണ്ണിടാൻ വരുന്നുണ്ട്. ഇല്ല, അതൊക്കെ കഴിഞ്ഞ്
കഴിഞ്ഞ് അടക്കി നമ്മളെ ബോഡി കാണണമെങ്കിൽ ഇപ്പൊ 2 മിനിറ്റ് അകത്ത് എല്ലാരും വരണം. ഗ്യാങ്സിന്റെ ബാക്കിൽ നമ്മുടെ ശവകുടീരങ്ങളില്ലേ അവിടെ തന്നെ. അളിയ ഇനിയിപ്പോ സ്പേസ് ഉണ്ട്. ഇപ്പൊ പിത്തൽജിയുടെ അടുത്ത് തന്നെ നമുക്ക് ഒരെണ്ണം വെക്കാല്ലേ? ഓ പിന്നെ അടുത്ത് വില്ലത്തേക്ക് ഉടനെ വില്ലത്തേക്ക് പിത്തൽജിക്ക് ഒരെണ്ണം വേണമെന്നാ പറയണേ. ഇതിപ്പോ ഒരു ശവപ്പറമ്പ. ഷെയ്ഡ് ഒരു ആളെ കാണാൻ വന്നിരിക്കാം. വിശ്രവി എന്തൊക്കെയുണ്ട്? അയ്യാ നല്ല തുടക്കം. ആരും പഠിക്കും എനിക്കൊന്നും പറ്റില്ലല്ലോ ഇനി. വിശ്രവി ഹലോ ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. നിങ്ങളാരും പേടിക്കണ്ട, ഇത് നമുക്ക് പേഴ്സണൽ അറിയുന്നുള്ള ആളാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ സിറ്റിയിലൊക്കെ എങ്ങനെ പോണേ? അല്ല ഞാനിപ്പോ നിങ്ങള് തത്സമയത്ത് കണ്ടിട്ടൊന്ന് കേറി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഡ്യൂട്ടിയിലാ. അപ്പൊ കണ്ടൽ സന്തോഷം എന്തായാലും. ഇനി പിന്നെ എപ്പോഴേലും തിരിച്ച് കാണാം. ബൈ. ഓക്കെ ടാടാ. പുള്ളി നമുക്ക് പുറത്തറിയാം. ഓസിലറി നാളെ പയ്യനാണ്. വാസൻ ഇന്ന് വരത്തില്ലേ? ലൈനപ്പ് ഞാനുണ്ട്. ഇന്ന് കോച്ചില്ല. ഇന്ന് കോച്ചില്ലേ? അതാണ് പറയുന്നത്. ഇന്ന് കോച്ചില്ല, ഞാനുണ്ട്. കോച്ച് എനിക്ക് വേണ്ടി മാറി തരത്തില്ലേ കോച്ച്? എടാ പെട്ടെന്ന് ശവം കാണാൻ വരുന്നവര് പെട്ടെന്ന് കാണണേ. എടാ നമുക്ക് ആളെ ഒഴുക്ക അല്ലെങ്കിൽ ഒരാളെ കേറിക്കോട്ടെ. ഇയാളൊരു പുതു മനുഷ്യനാണ്. അപ്പൊ ആ രീതിയിലാണ് ആളെ രക്ഷിക്കുക. ഇയാളൊരു പുതു മനുഷ്യനായിട്ടായിരിക്കും ജനിക്കുന്നത്. ഒന്ന് പറയണേ EMS ഒന്ന്. ഒരു പുതുജന ഹലോ ബ്രോ പേരെന്താ? ഹലോ എടാ മൈൽസ് പോയട്ടെ. നമ്മുടെ മൈൽസ് മരിച്ചേ. ഇത് പുതിയൊരാളാ. ഇത് പുതിയൊരാളാ. പറഞ്ഞോ. ഹലോ ഇതാരാ? ഹലോ 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 ബ്രോ പേരെന്താ? സംസാരിക്കാൻ എന്താ ബ്രോ? പേരെന്താ? കേക്കുന്നില്ല, സൗണ്ട് വരുന്നില്ല ബ്രോ. ചന്ദ്രു പെണ്ണിനെ ഗ്യാസിക്ക് വെച്ച് അത് ചന്ദ്രന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഞാൻ കോച്ച് വേണ്ടേ. പെട്ടെന്ന് ഡീല് എന്താ വെച്ചാ പെട്ടെന്ന് ഡീല് അല്ല കുഴപ്പമില്ല. അവർ പെട്ടെന്ന് നോക്കണല്ലോ. ഞാൻ വിട്ടോളാം. ചന്ദ്രു എന്താ താറി വീട്ടിൽ കൊണ്ടുവരാ. ഇതൊക്കെ അപ്പൊ ചന്ദ്ര അപ്പൊ യാർ വേണ കൂപ്പിട്ട് വരലാല്ല ഇനിമേലെ ഉള്ള ഞാനും കൊണ്ടുവരുമല്ലോ. എന്താ ബ്രോ? നാണോ കൊണ്ടുവരുവാ. സംസാരിക്കുന്നില്ല. ഹലോ പേരെന്താ? ഹലോ പേരെന്താ? സംസാരിക്കുന്നു കേക്കുന്നില്ലേ? ഹലോ മൈക്കോണാക്കോ ബ്രോ? മണ്ടരാണോ? അച്ഛനെ മണ്ടരാണോ? ഹലോ ഇത് ബ്രോ കേക്കുന്നില്ലേ? ഹലോ ഹലോ ബ്രോ പേരെന്താ? ബോസ്. എന്താ പേര്? ബോസ്. എന്ത് ബോസ്?
എന്താണ് എന്താണ് ഊമ്പി boss. അതെ, ദേ, ദേ, നീ എന്താ നിന്റെ പേരെന്താ security? നിന്റെ പേരെന്താ പേരെന്താ ബോസ് എവിടാ വീട് ബോസാ ഇത് ബോസ് എവിടെ വീട് എവിടെടാ എന്റെ? വീട് എവിടാ? ബ്രോയുടെ പേരെന്താ ബ്രോയുടെ പേരെന്താ ചന്ദ്രൻ, എടാ, നമ്മൾ അങ്ങനെ ചന്ദ്രൻ. ചോദിക്കുന്നേ അളി, തലയും ചന്ദ്രൻ, പിടിയൊന്നും ചന്ദ്രൻ. വേണ്ടടാ, പിന്നെ എന്റെ ചന്ദ്രൻ. ആരൊന്നുമില്ലേ വാലില്ല ബ്രോ നോക്കിയേ വാലില്ല ഇല്ല 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 വാലില്ല അവക്ക് ബ്രോയ്ക്ക് ഉണ്ടോ വാലുണ്ടോ ബ്രോക്കടാ വാല് നോക്കട്ടെ. ബ്രോ ഒന്ന് ഊരിക്കേ. കാട്ടി തന്നേടാ പാരൊന്നും ഒരിക്കാൻ നോക്കട്ടെ ബ്രോ കാട്ടി തന്നേടാ വാലും കൊണ്ട് എന്തൊക്കെ പറയണ ബോധമുണ്ട് ഇത് ആരും ബ്രോ ഇത് mentally stable എവിടെന്നാ ആവുന്നതാണ്. വരുന്നത് എങ്ങനെ നമ്മുടെ ഗ്യാങ് നമ്മുടെ വീട്ടിലോട്ട് വന്നു ഹലോ ഹലോ ബ്രോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ ഇതൊക്കെ ഹലോ ബച്ചാരെ കേക്കണല്ലേ ഹലോ ബ്രോ കേക്കുന്നുണ്ടോ ഇത് പറയുന്നത് കേക്കുന്നുണ്ടോ ഹലോ ബ്രോ എവിടെ നിന്നാണ് ആരാ എന്നൊക്കെ ഒന്നും അറിയാതെ എങ്ങനെ ഒരാൾ സംസാരിക്കാലോ ഇയാൾ ആരടാ വാ കൊണ്ടുവിടാ ചന്ദ്ര ആ ഓ നീ ഈ മച്ചനോട് ഇറങ്ങിക്കേ മച്ചൻ ഒരു കാര്യം പറയണോ ഒന്നിറങ്ങിക്കേ ഇല്ല പറ്റൂല ബ്രോ ഇത് നമ്മുടെ വീട്ടിലെങ്ങനെയാ ബ്രോ ഞങ്ങളുടെ വീട്ടിലെങ്ങനെ വന്നേ എനിക്കറിയില്ല ബ്രോ ഇങ്ങനെയാ വന്നേണ് ഓക്കെ ബ്രോ ഇനി നമ്മുടെ വീട്ടിലോട്ട് കേറില്ല ബ്രോ നമുക്ക് അങ്ങനെ ഞാൻ നമുക്ക് first വന്നിടത്താണ് എന്റെ strangers വീട്. ഇങ്ങനെ അതെ, അതെ. ഇങ്ങനെ വലിഞ്ഞേറി വനൊന്നും ഇഷ്ടമല്ല ബ്രോ അത് നമ്മുടെ ഇവിടെ ഞാൻ കൊറേ first വന്നത് എന്റെ വീട്ടിലാണ് അപ്പൊ ഞാൻ എന്റെ വീട്ടിലേ ഉള്ളൂ ഇതെന്റെ വീടാണ് ആരുടെ വീട് നിങ്ങളൊക്കെ ആര് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് നമ്മളൊക്കെ വീട്ടിൽ ആൾക്കാരാ ബ്രോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാം ഏതൊക്കെ Trespassers are welcome. Dog food is getting too expensive. മനസ്സിലായില്ലേ? അത് നിനക്ക് വേണ്ടി അത് നിന്നെപ്പോലെ ആൾക്കാർക്ക് വേണ്ടി എഴുതി വെച്ചേക്കുക കേട്ടാ, ഇങ്ങനെ ബ്രോ ഞങ്ങളുടെ വീട്ടിലോട്ട് വലിഞ്ഞേറി വരത്തില്ലേ ബ്രോ പ്ലീസ് വരല്ലേ എന്നെ ചുമ്മാ ടോക്സിക് ആക്കാൻ നിക്കല്ലേ ബ്രോ നമ്മള് ഗ്യാങ് നമ്മളെ തോക്കൊക്കെ ഉണ്ട് വെടിച്ച് കൊന്നോടാ ഇങ്ങോട്ട് നമുക്ക് എനിക്ക് ഗ്യാങ് ഒന്നും വേണ്ട മനസ്സിലായി ഞാൻ ഒറ്റയ്ക്കാണ് മോൺസ്റ്റർ ഒറ്റേനാണാ മനസ്സിലായി നിങ്ങളിങ്ങനെ ആൾക്കാരൊക്കെ കൂട്ടി വരും ഞാൻ ഒറ്റയ്ക്ക് വരും മനസ്സിലായി ഒറ്റേനാണെങ്കിൽ വേണമെങ്കിൽ എന്റെ ഇവിടെ ഒരു സ്ഥലം തരാം നമ്മുടെ പമ്പില് ഒരു വർക്കറിന്റെ ആവശ്യമുണ്ട് എന്തൊരു ശക്തിമാനാണല്ലേ അല്ലെ ഒറ്റക്കും ആ കൊച്ചിനെ ഒന്ന് നിർത്തി ആ കൊച്ചിന്റെ അടുത്ത് രണ്ട് സംസാരിക്കട്ടെ ഒറ്റക്കൊമ്പനാണ് ഇഷ്ടം കല്യാണം കഴിഞ്ഞ വെച്ചാൽ ചന്ദ്രൻ വന്നേ കെട്ടിയിട്ട് വരുന്ന വഴി എന്താണ് ചന്ദ്രൻ വന്നേ ആ പയ്യന്റെ ഒന്ന് വന്നേ. ഇങ്ങോട്ട് നീക പറ നീക പെട്രോൾ ഉണ്ടെന്നാ ആ ഞാൻ ഗ്യാങ് ഫണ്ട് തരാനല്ലേ അളിയാ ഞാൻ ഒരു 6 കോടി ഇപ്പൊ തരാവേ എന്നാ ചെയ്യണം പൈസ കുറെ ഉണ്ട് അളിയാ നിലത്തിലിട്ടെ എടുക്കില്ലേ ആ അതിനകത്തിടാ ഇല്ല വണ്ടി കയറി വണ്ടിയിലിടാം വാ നിങ്ങടെ നിനക്ക് തരാം അളിയാ എടുത്തോ ഇട്ടുണ്ടേ ആ ഇതെന്താ ഇടാൻ പറ്റുന്നില്ലല്ലോ വണ്ടിയിൽ അളിയാ എന്താ ബഗ്ഗാണോ വണ്ടിക്ക് അകത്തോട്ട് ഇടറാ പറ്റില്ല നീ ഒന്ന് വന്നേ മറ്റേ അകത്തോട്ട് പോയി എന്താ ആയെന്ന് നോക്കട്ടെ വാ പിന്നെ തരന്ന ചന്ദ്രു ആ കൊച്ചിനെ എനിക്ക് കെട്ടണം ചന്ദ്രു ചന്ദ്രു നിനക്കതിന്റെ പേര് ചന്ദ്രു ഏത് ചന്ദ്രു അല്ല എവിടെ ചന്ദ്രു എന്ന് പേര് ഇത് മേക്കണല്ലോ ഹലോ ഹലോ കുട്ടി കുട്ടി ഹലോ കുട്ടി എന്റെ ബ്രദറിന് 2 കാര്യം സംസാരിക്കാനുണ്ട് കുട്ടിയെടുത്ത് ചന്ദ്രു ഒന്ന് സംസാരിക്കാം ബ്രോ ഞാൻ എന്റെ ബ്രദർ അല്ല കേട്ടോ ജസ്റ്റ് അറിയാവുന്ന ആളായത് അയ്യോ സോറി കുട്ടി കുട്ടിയുടെ തലേ കൊണ്ടല്ലോ ഇങ്ങോട്ടൊന്നാ എടാ മൈൽസ് ഇങ്ങോട്ടൊന്ന് ചന്ദ്രു എനിക്ക് അല്ല കുട്ടി പൊക്കോ സാരല്ല പൊക്കോ പോണ്ട ഇങ്ങോട്ട് പറഞ്ഞുതരാം ആ കുട്ടി കല്യാണം കഴിഞ്ഞു ഇങ്ങനെ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാടാ ഇല്ല കഴിഞ്ഞില്ലെന്ന് ഇല്ല കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ എനിക്കറിയുന്നത് നമ്മുടെ ഷെയ്ക്കായിട്ട് കല്യാണം കഴിഞ്ഞ കുട്ടിയാ ഇവിടെ ഈ സിറ്റിയിൽ എല്ലാം ഈ പെണ്ണുള്ള എല്ലാം മൊണ്ണാളാണ് എന്താടാ ചന്ദ്രു ചാവു ഇനി അടിച്ചാ ചാവു ഞാൻ കൊറേ വട്ടം ചത്ത് അച്ഛാ ഒരു വരി ഇത്തരം പറഞ്ഞാ ചാവും പെണ്ണുണ്ടോ പെണ്ണുണ്ടോ ചന്ദ്രു
ഇന്ന് കണ്ടറിയാൻ ഇടിക്കണ ഇടിയടാ. മനസ്സിലായി. ഞാൻ ഇടിച്ച ചന്ദ്ര ഒരു ഇടിക്ക് അവിടെ കിടക്കും. ആ ഇടി എന്നാ ഇടി എണ്ണ ഇടിയടാ. ഇടിയടാ നീ ഞാൻ കൈവെക്കാറാ. ഇടിക്കൂല, ഞാൻ കൈ ഇടിക്കൂല, വെക്ക്. മനസ്സിലായി. കൈ ഞാൻ വെക്കടാ. ഇടിക്കൂല. എനിക്കങ്ങനെ എനിക്ക് മറ്റേ ധീരന്മാരെ തന്നെ ഇടിക്കാറുള്ള, മനസ്സിലായി. അല്ലാതെ ഭീരുക്കളല്ല, അല്ല മനസ്സിലായി. നീ ഇടിയടാ ഇടിയടാ ഇടിച്ചിട്ട് പോയത്. ചന്ദ്രൻ ചാവും, ഇനി ഇടിച്ചാ ചാവും കേട്ടാ. എനിക്ക് വയ്യ. ചന്ദ്രന്റെ അടി കൊണ്ടൊക്കെ ചത്തുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അന്തറ അങ്ങനെ അല്ല, ഇടിക്കില്ല. ഇനി ചവിനി ഇടിച്ച എനിക്ക് വയ്യ. ഇനി കിടക്കാൻ വയ്യ. ഇങ്ങനെ ഇറങ്ങിയ ഇവിടെ കേവിയുടെ വണ്ടി ഇതാ. കേവിയൊക്കെ അങ്ങ് സെറ്റായി. ക്യാരക്ടർ ഉണ്ടാക്കിയവർക്ക് ഇത്ര ഓർമ്മയാ. ചന്ദ്ര, എനിക്കിങ്ങനെ മെമ്മറി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. എനിക്ക് അറിയില്ല, മനസ്സിലായി. ഓരോന്ന് കണ്ടപ്പോ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ മെമ്മറി. എന്ത് ചെയ്യാൻ? ആ കൈ കൊണ്ടോ അതേപോലെ ഓർമ്മ തരാതെ. ചന്ദ്ര അതാണെന്ന് വെച്ച് ഞാൻ അതാണോ? കൈ കൊണ്ടുവരാ പറഞ്ഞ എന്റെ ഹൃദയത്തിലോട്ട് കൈ വെക്കാനാ കൈ വെച്ച. ഇല്ല, ചന്ദ്ര ആയോണ്ട് ചിലപ്പോ വേറെ എവിടെയെങ്കിലും എടുത്ത് വെക്കും. ബ്രോ എന്താ ബ്രോ ബ്രോ ഇങ്ങനെ റോഡിലാണോ ഇങ്ങനെയൊക്കെ നിർത്താൻ? ചന്ദ്ര പോ, ഒത്തിരി ചോദിക്കട്ടെ. ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? അത് നമ്മുടെ വീട്ടിന്റെ മുന്നില്. ചന്ദ്ര അങ്ങോട്ടില്ല, അങ്ങോട്ട് ചെല്ല്. ചന്ദ്ര പേടിച്ച് മൊണ്ണേശായിരുന്നു. ഏത് വീട്ടിലുള്ളത്? ഹലോ ബ്രോ. ഹലോ ബ്രോ, എന്താ ഉറങ്ങുന്നോ ബ്രോ? വണ്ടി നിർത്തിയിട്ട് എന്തൊക്കെ അറിയണം ബ്രോ? ബ്രോ വണ്ടി ഇങ്ങനെയാണോ റോഡിന്റെ നടുക്കൊക്കെ കൊണ്ട് നിർത്തി? നമ്മൾ അറിയാണ്ട് ഇടിക്കൂലേ? എനിക്ക് അത് ഇടിച്ചതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ നിങ്ങൾക്ക് കുഴപ്പം കാണൂല, പക്ഷെ നമ്മക്ക് കുഴപ്പം കാണും. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി നോട്ടുണ്ടാക്കിയ ഒരു വണ്ടിയാണ് നിങ്ങളിങ്ങനെ. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇതാണോ ഇതിന്റെ ഉത്തരം? ഇപ്പൊ ഈ സംസാരിക്കുന്ന പറഞ്ഞ വണ്ടി വെക്കുക അവനാണ് മേശരി വണ്ടിയിലെ. ഇതിന്റെ പാർട്സ് വേറെ കിട്ടാല്ല ബ്രോ, അതുകൊണ്ടാ അത്രയും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇറക്കിയ സാധനമാണ്, അതും ലിമിറ്റഡ് പീസ്. നിങ്ങൾക്ക് ഇങ്ങനെ എന്റെ അച്ഛനായിരുന്നു അവിടത്തെ മേശരി. അപ്പൊ പുള്ളിക്കാരെ കഷ്ടപ്പെട്ട് വെൽഡ് ചെയ്ത് പുള്ളിക്കാരെ മരിച്ചും പോയി. പുള്ളിക്കാരെ കഷ്ടപ്പെട്ട് വെൽഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കി. അല്ല, ഈ ലോ ക്ലാസ് സാധനമൊന്നും നമുക്ക് വെച്ചാൽ ശരിയാവൂല. നിങ്ങൾക്കാണെങ്കിൽ മറ്റേ കോപ്പിയൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങനെ കോപ്പിയൊന്നുമില്ല. ആണല്ലേ. നമ്മൾ ഫുൾ ബ്രാൻഡഡ് ഒറിജിനൽ സാധനങ്ങളെ യൂസ് ചെയ്യാറ്. അതുകൊണ്ട് എന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കരുത്. ഇത് നമ്മൾ ക്ഷമിച്ചേക്കുന്നു. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമ ആർക്ക് വേണം? ഞാൻ ക്ഷമിച്ചതാണ് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ നടക്കുന്ന. ക്ഷമയുടെ ആവശ്യമില്ലടാ. ഇനി ക്ഷമ വേണ്ട ചന്ദ്രു. അപ്പൊ ഇനി ക്ഷമ വേണ്ട കേട്ടാ. ഇനി ക്ഷമ വേണ്ട, ഇനി ക്ഷമ ഈ വണ്ടിയൊന്നും മുട്ടല്ല, നമ്മൾ ക്ഷമിച്ചിരിക്കത്തില്ലേ ബ്രോ? അതെ, ഇപ്പൊ നമ്മളങ്ങ് ഇട്ടേക്കുന്നു. ആയിക്കോട്ടെ. ബ്രോ ബൈ ബൈ. ലവ് യു ലോഡ്സ്. ടാറ്റാ. ഓക്കെ, നടക്കട്ടെ. നടക്കല്ല വണ്ടി ഓടിക്കേ. വണ്ടിയില്ല നടക്കണ്ട. നടക്കല്ല വണ്ടി ഓടിക്കാൻ കേട്ടോ, അതൊരു പറയണമല്ലോ. ബൈ ബ്രോ. ലവ് യു ലോഡ്സ്. ഇഷ്ടപ്പെട്ട കുറിച്ച് തേങ്ങ പോടാ. നീ അതിന്റെ തേറി കുനിഞ്ഞാ മതി. നീ അവിടെ വണ്ടിക്കകത്ത് കുനിഞ്ഞാണോ നിൽക്കുന്നത്? എന്തൊക്കെ അറിയണോ? ലോജിക്കലായിട്ട് എന്തെങ്കിലും പറയും. വള്ളി എടുക്കല്ല ബ്രോ, വള്ളി ഇങ്ങോട്ടൊന്നും വള്ളി എടുക്കല്ലേ, ഇങ്ങോട്ടൊന്നും വള്ളി എടുക്കല്ലേ. ഭയങ്കര അതിലിപ്പോ അതാണ് നമ്മൾ ക്ഷമിച്ചിട്ടേക്കണേ, നമ്മളതാണ് ക്ഷമിച്ചിട്ടേക്കണേട്ടാ. ഇനി വള്ളി എടുക്കല്ലേ ബ്രോ? ഇനിയൊന്നും ഇല്ല. ലാസ്റ്റ് വാണി അതോടെ പറഞ്ഞു. ലാസ്റ്റ് വാണിങ്ങുന്നുണ്ട് പോയി അത് പറയും. ഇടിച്ചിട്ടെങ്കിലും പറയണം ചന്ദ്രു. ബ്രോ 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 ഇടിച്ചിട്ടെങ്കിലും പറയണത്. ലാസ്റ്റ് വാണി പറഞ്ഞിട്ട് പോവാം. അതെ, ഇറ്റ്സ് ടിവി ബിച്ചസ് ഒന്നൂടെ. അതെ ബ്രോ ഒരു കാര്യം കൂടി. അവൻ പേടിച്ചു പോണേ. ഞാൻ ഗ്യാങ്ങിലൊന്നുമില്ല. എന്നെ ഇപ്പൊ തന്നെ ഇറങ്ങാം ബ്രോ. ഒരു മിനിറ്റ് ടയർ ഇറങ്ങുന്നു ബ്രോ. അതെ, ലാസ്റ്റ് വാണിങ്ങാണ്. ഇനി വന്നാ നിർത്തല്ലേ, ഇനി മുടങ്ങ് പോണം. എന്തുണ്ടായാലും മനുഷ്യന്റെ സംസാരിച്ച മൊത്തം മരിച്ചു.
ഒരു ഞാനിപ്പോ വണ്ടി ഇറക്കിയാൽ ഇത്രയും അപരാധിക്കാനാണ് പാവം ഇങ്ങനെ സത്യം പാവം എന്ത് തന്നെ മനസ്സിന് ഉടമകളാന്നറിയോ എന്ത് മെയിൽ ചെയ്ത് ആ ടീമേറി ചെറിയ ടീമല്ല ഓ 2 ടീം ബാക്കപ്പ് ആണോന്ന് ചോദിച്ചാൽ ആന്ത്രു നീ എനിയൊന്നും വണ്ടി ഇറങ്ങിയ സിറ്റുവേഷൻ ഇല്ല തന്നെ പോടാ ഇറങ്ങി ചന്ദ്രു ബാക്കപ്പ് ആണോന്ന് ചോദിച്ചാലോ നീ ഗ്യാങ് ഇല്ലാത്തവനാട്ടാ വലിയ സംസാരിക്കല്ലേ കേട്ടറാ